ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2024 ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പുറത്തിറങ്ങിയ ലോ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ സൈക്കോ ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലിൽ ഇപ്പോൾ സൈക്കോ ത്രില്ലർ മൂവീസ് എല്ലാം ചെയ്തിട്ട് ഒരുപാട് നാളായി. അതും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഇത് സാധാരണ ഒരു സൈക്കോ ത്രില്ലർ മൂവി എന്നല്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നതൊന്ന് പക്ഷെ നടക്കുന്നത് വേറൊന്ന്. അതുപോലെ ഈ ഒരു കൊല്ലുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും മനസ്സിന് കട്ടിയില്ലാത്തവരുണ്ടല്ലോ, അങ്ങനെയുള്ളവർ ഈ ഒരു മൂവി കാണാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, അതൊന്ന് മനസ്സിലാക്കി നിങ്ങൾ മൂവി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇനിയും കൂടുതലായിട്ടും പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ ഒരാൾ ഒരു കാടിനകത്തൂടെ പേടിച്ചിങ്ങനെ ഓടുകയാണ്. അവൻ്റെ പുറകിലാണെങ്കിൽ ഒരു കൊലയാളിയുണ്ട്. അതുപോലെ അവൻ പേടിച്ചിങ്ങനെ പോകുമ്പോൾ അവൻ്റെ പുറകെ വന്ന് അവൻ്റെ കാലിലേക്ക് കത്തി കൊണ്ടൊരു ഒറ്റ വെട്ട്. അതുമല്ലാതെ താഴെ വീഴുന്ന സമയത്ത് അവൻ്റെ കഴുത്തറുത്ത് അവനെ വലിച്ചെടുത്ത് അവിടെ നിന്ന് കൊണ്ടുപോകുന്നതും ഈ ഒരു മൂവിയുടെ ടൈറ്റിലും എഴുതി കാണിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ഒരു RV വാൻ, അതുപോലെ അതിനകത്താണെങ്കിൽ ഒരു ഫാമിലി, അച്ഛനമ്മ, 2 കുട്ടികൾ. അതുപോലെ അവരാണെങ്കിൽ ഒരു വെക്കേഷനാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് തന്നെ പലയിടങ്ങളിലായിട്ട് ഈ ഒരു വണ്ടി നിർത്തിയിട്ട് ചിലയിടങ്ങളിൽ പാചകമെല്ലാം ചെയ്ത് കഴിക്കുന്നു. കുറച്ചു നേരം അവരെ റെസ്റ്റ് എടുക്കും. ഈ ഒരു മാംസം വേവിക്കുന്ന ഇവന്റെ പേരാണ് ജോൺ, ഈ ഒരു ഫാമിലിയിലെ മുതിർന്ന ആള്. അതുപോലെ എമി എന്ന് പറഞ്ഞിട്ട് ജോണിന്റെ മകള്. അവളാണെങ്കിൽ എപ്പോഴും ഇവരോടൊപ്പം അങ്ങനെ അധികം ടൈം ഒന്നും സ്പെൻഡ് ചെയ്യത്തില്ല. അവൾ എപ്പോഴും ഫോണിലാണ്. അപ്പോൾ ജോൺ പറയുന്നുണ്ട്, എമി വെളിയിലൊരു വെക്കേഷന് വന്നു കഴിഞ്ഞാലും ആ ഫോണൊന്നും മാറ്റി വയ്ക്കാൻ കഴിയത്തില്ലല്ലേ, എപ്പോഴും ഫോണിൽ കിടന്ന് ആരെയും എങ്ങനെ വിളിക്കുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് അവൾക്ക് കഴിക്കാനായിട്ട് ആ ഒരു മാംസം വേവിച്ചതുണ്ടല്ലോ അതിങ്ങനെ കൊടുക്കുമ്പോൾ അവൾ പറയും, ഇല്ല അച്ഛാ എനിക്ക് വേണ്ട, രാവിലെ കഴിച്ചത് തന്നെ ഇപ്പോൾ വയറ് ഫുള്ളായിട്ടിരിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ശരി നിങ്ങൾ കഴിച്ചോ, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് ആ ഒരു വണ്ടിയുടെ അടുത്ത് നിന്ന് മാറി നിന്നിട്ട് അവരാരും അറിയാതെ ഇന്ന് സിഗരറ്റ് വലിക്കുന്നു. ഏത് പ്രായമാണെന്ന് നോക്കണം. അങ്ങനെ ഇവർ 3 പേരും, നമ്മുടെ ജോൺ, അവൻ്റെ ഭാര്യ, പിന്നെ മകൻ, ഇവർ 3 പേരും ആഹാരമെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം അവിടേക്ക് മറ്റൊരു വണ്ടി ഇങ്ങനെ വരികയാണ്. അതിൽ നിന്നും കണ്ടാൽ തന്നെ ഭ്രാന്തമാരെ പോലെ തോന്നുന്ന 2 പേര് വന്നവന്മാർ വെറുതെ അല്ലാതെ ആ ഒരു വാനിനകത്തേക്കെല്ലാം നോക്കിയിട്ട് അവിടെ എല്ലാം ഇങ്ങനെ ചുറ്റി നിൽക്കുമ്പോൾ നമ്മുടെ ജോൺ ചോദിക്കും, അല്ല സാർ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഇല്ല നിങ്ങൾ ബാർബിക്യൂ ചെയ്തില്ലേ, അതിൻ്റെ സ്മെല്ലാണെങ്കിൽ നല്ലതുപോലെ അടിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് 2 പീസ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ജോൺ പറയും, ഇല്ല സാർ ഞങ്ങൾ നേരത്തെ തന്നെ എല്ലാം കഴിച്ചു തീർന്നിരുന്നു, ഉണ്ടായിരുന്നെങ്കിൽ തന്നേനെ. അപ്പോൾ ജോൺ ചോദിക്കും, അല്ല വേറെ എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത്, ഇല്ല ഞങ്ങളുടെ ഒരു ഫ്രണ്ട് മിലീൻ എന്ന് പറഞ്ഞിട്ട് ഒരുത്തനുണ്ട്, അവനെയാണെങ്കിൽ ഇന്നലെ മുതലേ കാണാനില്ല. അല്ല അവനെ ഈ ഒരു കാടിനകത്ത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടു എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല സാർ നിങ്ങൾ പറഞ്ഞതുപോലെ അങ്ങനെ ഒരാളെ ഞങ്ങൾ ഇതുവരെ കണ്ടില്ല എന്ന് പറയുന്നതും ഇവരുടെ മകനുണ്ടല്ലോ അവൻ പെട്ടെന്ന്, അവന്റെ പേര് ജെഫ്രി എന്നാണ്, ജെഫ്രി എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു ചോക്ലേറ്റ് എടുത്തിട്ട് അവിടെ വന്ന് നിൽക്കുന്ന അവന്റെ കയ്യിൽ ഇങ്ങനെ കൊടുക്കാണ്. ഇത് കണ്ട ജോൺ ആണെങ്കിൽ, ഹേയ് നീ എന്താ അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ജെഫ്രീനെ അടുത്തേക്ക് വിളിച്ചിട്ടാണ് ഇവരോട് പറയുന്നത്, നിങ്ങൾ പറഞ്ഞതുപോലെ ഒരാളെ ഞാൻ കണ്ടില്ല, അല്ല ഇനിയെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ എമി ഉണ്ടല്ലോ, എമി പതിയെ ഇവരുടെ പുറകിലൂടെ അടുത്തേക്ക് വരുന്നതും അവളെ കാണുമ്പോഴത്തേക്കാണ് ഇവർ പറയുന്നത്, അല്ല ഇവളെ കാണാനായിട്ട് ഒരു ചെറിയ പെൺകുട്ടിയെ പോലെ തോന്നുന്നുണ്ടല്ലോ, ആരെന്നെല്ലാം ചോദിക്കുമ്പോൾ ജോൺ പറയും, ഇല്ല സാർ അത് എന്റെ മകളാണെന്ന് പറയുന്നതും എമി നീ വാനിനകത്തേക്ക് പോ, സോറി സാർ നിങ്ങളുടെ ഫ്രണ്ടിനെ ഞങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല, ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ നിന്ന് പോകാനായിട്ട് സമയമായി, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്. അവരാണെങ്കിലും ഓക്കെ ഞങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അവരും അവിടുന്ന് വണ്ടി എടുത്തിട്ട് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഫാമിലി വീണ്ടും അവരുടെ ആ ഒരു വണ്ടി എടുത്തിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണിക്കുമ്പോഴത്തേക്കാണ്, ആഹാ ആ ഒരു റോഡിന് നടുവിലായിട്ട് നേരത്തെ കണ്ട 2 പേരുണ്ടല്ലോ അവരവരുടെ വണ്ടി കൊണ്ടിട്ടിട്ട് ഈ എഞ്ചിൻ പണിയായതുപോലെ അങ്ങനെ നിൽക്കാണ്. ഇത് കാണുന്ന ജോണിന്റെ ഭാര്യ പറയുന്നുണ്ട്, ഇല്ലില്ല വണ്ടി ഇവിടെ നിർത്തണ്ട, മറ്റൊരു സൈഡിലൂടെ അങ്ങനെ എടുത്തോണ്ട് പോകാൻ പറയുമ്പോൾ ജോൺ പറയും, ഇല്ലില്ല നമുക്ക് വേറെ വഴിയില്ല, വണ്ടി ഇവിടെ നിർത്തിയേ പറ്റൂ എന്നും പറഞ്ഞിട്ട് അവരുടെ ആ ഒരു വണ്ടി അവിടെ നിർത്തുന്നതും ആ 2 പേരിൽ ഒരുത്തന്റെ കയ്യിലാണെങ്കിൽ ഒരു ഷോട്ട് ഗൺ ഉണ്ട്. അത് കാണുമ്പോൾ നമ്മുടെ ജോണിന് നല്ല പേടിയായി. തന്റെ ഫാമിലി, മകള്, സൈക്കോളെ പോലെ 2 പേര്. അങ്ങനെ ജോൺ ആണെങ്കിലും വണ്ടി എടുത്തിട്ട് എന്താ സാർ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഇല്ല ഞങ്ങളുടെ വണ്ടി പണി തന്നു, ശരിയാക്കാനായിട്ട് നോക്കിയിട്ട് നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ ജോൺ പറയും, സാർ അങ്ങനെയാണെങ്കിൽ ഞാൻ ആരെങ്കിലും ഇവിടേക്ക് വിളിച്ചു വരുത്തട്ടെ എന്ന് ചോദിക്കുമ്പോൾ ജോണിന്റെ ഭാര്യ, നിങ്ങൾ എന്തിനാ വെറുതെ അവരോട് സംസാരിക്കുന്നത്, നമുക്ക് പോകാന്ന് പറയുമ്പോൾ ഇല്ലില്ല ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ വെളിയിൽ നിൽക്കുന്നവർ പറയാണ്, ഇല്ല നിങ്ങൾ വിളിച്ചിട്ട് കാര്യമില്ല, കാരണം ഈ ഒരു കാടിനടുത്തായിട്ട് ആദ്യം അങ്ങനെ വർഷമോ കാര്യങ്ങളൊന്നുമില്ല, ഇന്നാണെങ്കിൽ സൺഡേ ആണ്, വിളിച്ചാലും ആരും ഫോൺ എടുക്കാനും പോകുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു സഹായം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ 2 പേരിൽ ആരെങ്കിലും ഒരാളെ നിങ്ങളുടെ RVയിൽ കയറ്റിയിട്ട് കുറച്ച് ദൂരമായിട്ട് ചെല്ലുമ്പോൾ സിറ്റി കാണാം, അവിടെയുള്ള വർക്ക്ഷോപ്പിലേക്ക് ഇറക്കി വിട്ടാൽ മതി. അങ്ങനെ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ ജോൺ ആണെങ്കിൽ അവന്റെ കയ്യിലുള്ള ആ ഒരു തോക്ക് കണ്ടിട്ട് നല്ലതുപോലെ പേടിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയും, ഓ ഈ ഒരു തോക്ക് കണ്ടിട്ടാണോ പേടിക്കുന്നത്, ശരി ഞാൻ വരുന്നില്ല, ദേ ഇവനെ നിങ്ങളുടെ കൂടെ കൂട്ടിക്കൊണ്ട് പോയിക്കൂടെ എന്നും പറഞ്ഞിട്ട് ആ ഒരു തൊപ്പിയിട്ട പയ്യനുണ്ടല്ലോ അവനെ കൊണ്ടുപോകാനായിട്ട് പറയാണ്. കാരണം അവന്റെ കയ്യിലാണെങ്കിൽ ആയുധങ്ങളോ മറ്റോ ഒന്നുമില്ല, ഒരു പാവമാണ്, അതുകൊണ്ട് നിങ്ങളുടെ വാനിൽ അവനൊരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്ന് പറയുന്നത് നമ്മുടെ ജോണിനിപ്പോൾ വേറെ വഴിയില്ല. ഈ 2 സൈക്കോകളും കൂടി ചേർന്നിട്ട് ഈ ഒരു കുടുംബത്തെ എന്ത് ചെയ്യാൻ പോകുന്നതോ ഒന്നും അറിയാൻ കഴിയത്തില്ല. ഇനി എന്തായാലും അങ്ങനെയായിരിക്കും നടക്കാൻ പോകുന്നത്. അപ്പോഴേക്കും ജോണിന്റെ ഭാര്യയാണെങ്കിലും പറയുന്നുണ്ട് വേണ്ടാന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ ഒരു വേണ്ടാന്നെല്ലാം പറഞ്ഞിട്ട് ആ ഒരു തോക്ക് കയ്യിലിരിക്കുന്നുണ്ടല്ലോ അവൻ എന്തെങ്കിലും ബഹളം വെച്ചിട്ട് ഇവരുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് വേറെ വഴിയില്ലാതെ ആ ഒരു തൊപ്പിയിട്ടവനെ അകത്തേക്ക് കയറ്റാണ്.
അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു RV-യിൽ അവർ തൊപ്പിക്കാരൻ കയറി അവർ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്താണ് അവൻ വെറുതെ ഇരിക്കാതെ ശരി നമുക്കെന്തെങ്കിലും ഗെയിം കളിച്ചാലോ, ബോറടിക്കുന്നു എന്ന് പറയുമ്പോൾ ജെഫ്രി ഉണ്ടല്ലോ അവൻ പറയും ശരി ഞാൻ നിങ്ങളോട് ഗെയിം കളിക്കാന്ന് പറയുന്നത്. ഈ ജോണും ജോണിന്റെ ഭാര്യയും അവരോട് പറയുന്നുണ്ട് ജെഫ്രി നീ എന്താ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും അയാൾ ഇറങ്ങും, പിന്നെ എന്തിനാ ഈ ഗെയിം അല്ല എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഇല്ലല്ല ഞാൻ ഗെയിം കളിക്കുമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അങ്ങനെ കളിക്കുന്ന സമയത്താണ് ആ തൊപ്പിക്കാരൻ എമി ഉണ്ടല്ലോ അവൾ ആ ഒരു റൂമിനകത്തിരിക്കായിരുന്നു, അവളെ അങ്ങനെ ഒരു വല്ലാത്ത നോട്ടം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ മുന്നോട്ട് പോകുന്ന സമയത്താണ് ജോൺ പെട്ടെന്ന് അവനോട് ചോദിക്കുന്നത് അല്ല സാർ നിങ്ങളുടെ വീട്ടിലാരൊക്കെ ഉണ്ട്, നിങ്ങളുടെ വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് എൻ്റെ വീട്. ഓക്കെ, വീട്ടിൽ എനിക്ക് 2 സഹോദരിമാരും എൻ്റെ ഒരു അങ്കിളും ഉണ്ട്, അല്ലാതെ വേറെ ആരുമില്ല. അപ്പോൾ ജോൺ ചോദിക്കും അല്ല അവർക്ക് എന്ത് വയസ്സുണ്ട്, അവർ പ്രായമായവരാണെന്ന് ചോദിക്കുമ്പോൾ ഇല്ലില്ല അതിലൊരാൾക്ക് 18 ഒരാൾക്ക് 22, അതുമല്ല ഞങ്ങളുടെ ഫാമിലി ഒരു ഹണ്ടിങ് ഫാമിലിയാണ് എന്നെല്ലാം അവനിങ്ങനെ പറയാണ്. ഈ കാട്ടിലെ ജീവികളെല്ലാം വേട്ടയാടി കൊല്ലുന്ന അതുപോലെയൊരു ഫാമിലി. കാരണം ആ ഒരു കാര്യം പറയുമ്പോൾ തന്നെ അവരതുപോലെ ഈ വേട്ടയാടുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം സംസാരിച്ച് ആ തൊപ്പിക്കാരൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ജെഫ്രി എന്ന് പറഞ്ഞ ആ ഒരു പയ്യനുണ്ടല്ലോ അവന്റെ കയ്യിലിരിക്കുന്ന ഒരു ബുക്കുണ്ട്, അതങ്ങനെ എടുത്തിട്ട് പെട്ടെന്ന് തട്ടിപ്പറിച്ചിട്ട് അവരിങ്ങനെ ഇരുന്ന് വായിക്കുന്നു. ഇത് കാണുന്നത് ജെഫ്രിക്ക് പെട്ടെന്ന് ദേഷ്യം വന്ന് ഒരു കത്തിയെടുത്ത് തൊപ്പിക്കാരന്റെ കഴുത്തിലേക്ക് ഒരു ഒറ്റ കുത്ത്. ഇത് കാണുമ്പോഴത്തേക്കും ജോൺ പെട്ടെന്ന് സിഗ്നൽ തരുന്നതിന് മുന്നേ തന്നെ നീ എന്തിനാ ഈ ഒരു കാര്യം ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുന്നതും ജോണിന്റെ ഭാര്യ ഉണ്ടല്ലോ അവര് പെട്ടെന്ന് എമിയോട് പറയും എമി നിന്റെ സഹോദരൻ തനിയെ കഷ്ടപ്പെടുന്ന കണ്ടില്ലേ, അവനെ പോയി സഹായിക്ക് എന്ന് പറയുമ്പോഴത്തേക്കാണ് ഒരു 1.5 ട്വിസ്റ്റ്. വേറെ ഒന്നുമല്ല, നമ്മൾ ഇത്രയും നേരം വിചാരിച്ചിരുന്നത് ആ ഒരു തൊപ്പിക്കാരനും അവന്റെ ഫ്രണ്ടുമാണ് സൈക്കോ എന്ന്, പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. ഈ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു ഫാമിലിയില്ലേ അവരാണ് സൈക്കോ. സത്യത്തിൽ ആ ഒരു തൊപ്പിക്കാരൻ ഈ ഒരു സൈക്കോ ഫാമിലിയുടെ കയ്യിലാണ് വന്ന് പെട്ടത്. ഇപ്പൊ ഒരു ടെസ്റ്റ് എന്തായാലും നിങ്ങൾ കേട്ടല്ലോ, ഇനി ഒരു ടെസ്റ്റ് കൂടിയുണ്ട്. വേറെ ഒന്നുമല്ല, സ്റ്റാർട്ടിങ് സീനിലെ ഒരുത്തൻ ആ കാടിനുള്ളിലൂടെ പോകുന്ന കണ്ടിരുന്നല്ലോ, അവനാണെങ്കിൽ ആരോ കൊല്ലാനായിട്ട് പുറകെ വന്നു. സത്യം പറഞ്ഞാല് അത് ഈ ഒരു തൊപ്പിക്കാരന്റെയും നേരത്തെ വന്നല്ലോ ആ ഒരുത്തന്റെയും സുഹൃത്തായിട്ടുള്ള മിലിയൻ എന്ന് പറഞ്ഞ ഒരുത്തനെ കാണാനില്ലെന്ന് പറഞ്ഞു, അവനായിരുന്നു. അതുമല്ല, പ്രധാന ടെസ്റ്റ് എന്താണെന്ന് വെച്ചാല് ഇവര് അവിടെ റെസ്റ്റ് എടുത്തിട്ട് ഒരു മാംസം വേവിച്ച് കഴിച്ചല്ലോ, അത് സത്യം പറഞ്ഞാല് മിലിയൻ എന്ന് പറഞ്ഞാൽ അവനെ കൊന്ന അവന്റെ മാംസമാണ് ഇവർ കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവര് വെറും സൈക്കോളല്ല, മനുഷ്യനെ കൊന്നു തിന്നുന്ന നാരഭോജികളെന്ന് വേണമെങ്കിൽ പറയാം, അതുപോലെയുള്ള സൈക്കോള്. ആ ഒരു സമയത്താണ് അവൻ വന്നിട്ട് ബാർബിക്യൂ അതെന്ത് മണമാണെന്നും അതേപോലെ തന്നെ 2 പീസും ചോദിക്കുന്നത്. അയ്യോ, അപ്പൊ എന്തായാലും നമുക്ക് മനസ്സിലായി ജോണും ജോണിന്റെ ഫാമിലിയും ഒന്നാന്തരം സൈക്കോ ഫാമിലിയാണെന്ന്, അതും മനുഷ്യരെ കൊന്ന് അവരെ തിന്നുന്ന ഒരു സൈക്കോ ഫാമിലി. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് നേരത്തെ കൊന്ന ആ ഒരു തൊപ്പിക്കാരനുണ്ടല്ലോ അവന്റെ പേര് ബെല്ലി എന്നാണ്, അവനെ കൊന്ന് ആ ഒരു RV വാനിനകത്ത് വെച്ച് തന്നെ അവന്റെ ശരീരം പീസായിട്ട് മുറിച്ച് മാറ്റി അത് ഈ ഫ്രീസറിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിക്കാണ്. മറ്റൊരു കാര്യം എന്താണെന്നറിയോ, ആ കൊന്ന പയ്യന്റെ ഒരു കണ്ണ് മാത്രം അങ്ങനെ എടുത്തിട്ട് എമി ഉണ്ടല്ലോ അവളുടെ അമ്മ അവൾക്ക് ഇങ്ങനെ കൊടുക്കാണ്, എമി ഇത് നിനക്ക് ഇഷ്ടപ്പെട്ട പാർട്ടല്ലേ എന്ന് പറഞ്ഞിങ്ങനെ കൊടുക്കുന്നു. അതേസമയം തന്നെ ബില്ലി എന്ന് പറഞ്ഞാൽ അവന്റെ ആ ഒരു പോക്കറ്റിൽ നിന്നും ഒരു ഫോൺ അങ്ങനെ റിങ് ചെയ്യാണ്. ആ ഒരു ഫോൺ എടുത്തിട്ട് ജോൺ എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് ഓടിച്ചങ്ങ് കളയുകയും ചെയ്യും. അതേസമയം തന്നെ ഇവിടെ ബെല്ലിയുടെ ഫാമിലിയെ കാണിക്കുകയാണ്. അവനാണെങ്കിലും പറഞ്ഞിരുന്നല്ലോ 2 സഹോദരിമാരും അതേപോലെ തന്നെ ഒരു അങ്കിളും ഉണ്ടെന്ന്. അതിൽ ആ ഒരു ചുവന്ന മുടിക്കാരുടെ പേര് ജൂലി, ഇപ്പുറത്തിരിക്കുന്ന ആ ഒരു പെണ്ണിന്റെ പേര് ആന. അപ്പൊ ഇവരുടെ സഹോദരൻ ബെല്ലി അവൻ മരിച്ചുപോയ കാര്യം പോലും അറിയാതെ ഇവര് 3 പേരും രാത്രിയിൽ വീട്ടിലിരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വെളിയിലെ കോളി ബെല്ലടിക്കുന്ന ശബ്ദം ഇത് കേൾക്കുമ്പോഴത്തേക്കും തന്റെ സഹോദരനാണ് വന്നതെന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് ഡോർ തുറന്ന് നോക്കുമ്പോൾ വേറെ ആരുമല്ല, നമ്മുടെ സൈക്കോ ഫാമിലി ഉണ്ടല്ലോ അവരവിടെ വന്ന് നിൽക്കുന്നു. അപ്പൊ ജോലി ചോദിക്കും അല്ല നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ജോൺ പറയും ഇല്ല മോളെ ഞങ്ങൾ വന്ന RV വാൻ അത് പാതിയിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി, അതുമല്ല രാത്രി ആയതുകൊണ്ട് വേറെ എങ്ങോട്ട് പോകാനായിട്ട് ഞങ്ങളെ കൊണ്ട് അറിയത്തില്ല, ഇന്നൊരു രാത്രി ഞങ്ങൾ ഇവിടെ താമസിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അന്ന ഉണ്ടല്ലോ അവള് നേരെ അവിടേക്ക് വന്നിട്ടാണ് ഇവിടെ നിന്ന് നിൽക്കാൻ കഴിയത്തില്ല, കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ സിറ്റി എത്തും, അവിടെ നിങ്ങൾ റൂം എടുത്ത് താമസിച്ചു എന്ന് പറയുമ്പോൾ അപ്പോഴാണ് നമ്മുടെ ജോൺ പറയുന്നത് അതല്ല നിങ്ങളുടെ സഹോദരൻ ബില്ലിയില്ലേ അവനെ ഞങ്ങൾ വഴിയിൽ വെച്ച് കണ്ടിരുന്നു, അപ്പോൾ ഞങ്ങള് എവിടെ പോകുന്ന അറിയാതെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ബില്ലിയാണ് പറഞ്ഞത് അവന്റെ വീട് അവിടെ അടുത്തുണ്ട് അവിടെ പോയി താമസിക്കാനായിട്ട്, അതനുസരിച്ചാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നതെന്ന് പറയുന്നത്. എന്റെ മോനെ എങ്ങനെ അഭിനയിക്കുന്നത് നോക്കണേ. അപ്പൊ നമ്മുടെ ജോലിക്ക് അന്നയ്ക്കാണെങ്കിൽ ബില്ലി എന്ന് പറഞ്ഞാൽ അവരുടെ സഹോദരനാണെങ്കിൽ അത്രയും ജീവനാണ്, അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ എതിർക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ വേറെ ഒന്നും ചിന്തിക്കാതെ ഈ ഒരു ഫാമിലിയെ ഇപ്പോൾ ഇവർ വീടിനകത്തേക്ക് കൊണ്ടുവരാണ്. അങ്ങനെ ആ ഒരു വയസ്സായിട്ടുള്ള അപ്പൂവനുണ്ടല്ലോ അയാളാണെങ്കിലും ഇവരകത്തേക്ക് ക്ഷണിച്ചിട്ട് ഒരുപാട് നാളായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു അതിഥി വന്നിട്ട് എന്നെല്ലാം പറഞ്ഞ് എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു, നിങ്ങൾക്ക് കഴിക്കാൻ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ജോൺ പറയും ഇല്ലില്ല ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട സാർ, പിന്നെ നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് തരാൻ കഴിയുമോ, എനിക്കൊന്ന് വിളിക്കണമായിരുന്നു എന്ന് പറയുന്നതും ആ ഒരു മുത്തശ്ശൻ പറയും ഇല്ല ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഫോണൊന്നും യൂസ് ചെയ്യാറില്ല, ആകെയുള്ളൊരു ഒറ്റ ഫോൺ അത് വലിയുടെ കയ്യിലാണുള്ളത്, അവൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഫോൺ എടുത്തിട്ട് വിളിച്ചോ എന്നിങ്ങനെ പറയുമ്പോൾ ആ ഒരു ഫോണാണല്ലോ ഇവർ നേരത്തെ തന്നെ നശിപ്പിച്ച് കളഞ്ഞത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും കഴിക്കാനായിട്ട് ന്യൂഡിൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിക്കാൻ കൊടുക്കുകയാണ്. അങ്ങനെ ഇവരെല്ലാവരും ഇത് കഴിക്കുന്ന സമയത്ത് അവരെ കൊണ്ട് കഴിയുന്നില്ല, കാരണം ഇവരെപ്പോഴും മനുഷ്യമാംസം തിന്ന് ഈ ഒരു നോർമൽ ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് അവരെ കൊണ്ടത് കഴിയത്തില്ല. പക്ഷെ ഇവർക്ക് സംശയം വരാതിരിക്കാൻ വേണ്ടി അവരങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ അന്ന, അവളാണെങ്കിൽ കുറച്ച് ഇൻ്റലിജൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അവൾ ചോദിക്കും, അല്ല ഞങ്ങളുടെ സഹോദരൻ ബില്ലിയാണ് നിങ്ങളെ ഇവിടേക്ക് പറഞ്ഞു വിട്ടതെന്ന് പറഞ്ഞു. പക്ഷെ അവൻ എന്തുകൊണ്ടാണ് നിങ്ങളോടൊപ്പം വരാത്തത്? നിങ്ങളെ മാത്രം എന്താ പറഞ്ഞു വിട്ടതെന്ന് ചോദിക്കുമ്പോൾ ജോണിനിപ്പോൾ എന്ത് മറുപടി പറയണമെന്ന് അറിയാൻ കഴിയുന്നില്ല. അവൻ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ജോണിൻ്റെ ഭാര്യ പെട്ടെന്ന്, അതൊന്നുമില്ല അന്ന, നിങ്ങളുടെ സഹോദരൻ മെലിയൻ എന്ന് പറഞ്ഞിട്ട് ഒരുത്തനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയാളെ കണ്ടോന്ന് ഞങ്ങളോട് ചോദിച്ചിരുന്നു, പക്ഷെ ഞങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് പിന്നീട് ഇവിടേക്ക് പറഞ്ഞു വിടുമായിരുന്നു. അങ്ങനെ ഇവർ ഓരോ കാര്യങ്ങളായിട്ട് പറയുമ്പോഴത്തേക്കും നമ്മുടെ അന്നയ്ക്കാണെങ്കിൽ നല്ല സംശയമുണ്ട്. ജോലിക്ക് ആ ഒരു സംശയം വരുന്നില്ല. അതുകൊണ്ട് അന്നയാണെങ്കിലോ ഓരോ ചോദ്യങ്ങളായിട്ട് ഇവരോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവർക്കാണെങ്കിൽ ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈ ഒരു ഫാമിലിയെ കൊല്ലാന്ന് തീരുമാനിച്ച് ഇവർ കത്തിയെടുക്കാനായിട്ട് താഴേക്ക് ഇങ്ങനെ കുനിയാണ്. ആ ഒരു സമയത്താണ് പെട്ടെന്ന് വീടിനകത്തേക്ക് ഒരു വലിയ ചുറ്റിയിലും കൊണ്ട് മാക് എന്ന് പറഞ്ഞ ഒരുത്തൻ അകത്തേക്ക് കയറി വരുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ ജോലിയുടെ ഫിയാൻസിയാണ്. അവൾ കല്യാണം കഴിക്കാൻ പോകുന്ന. അങ്ങനെ അവനെ കാണുമ്പോഴത്തേക്കും ഈ ഒരു സൈക്കോ കുടുംബത്തിന് എന്തായാലും ഇപ്പൊ കത്തി എടുത്തു കഴിഞ്ഞാലേ ഇവനെ പെട്ടെന്ന് ഒഴിവാക്കുക എന്നുള്ള കാര്യം പാടാണ്. അതുകൊണ്ട് ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവർ ആ ഒരു കത്തിയും തിരിച്ചു വയ്ക്കുകയാണ്. അതേസമയം ഇവിടെയാണെങ്കിൽ ബെല്ലി എന്ന് പറഞ്ഞ അവന്റെ കൂടെയുള്ള ബ്രയാൻ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ, അവനാണെങ്കിൽ ബെല്ലി മരിച്ച കാര്യം പോലും അറിയാതെ അവന്റെ ഫോണിലേക്ക് നിർത്താതെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അതേസമയം ഈ ഒരു നാട്ടിലെ ഷെരീഫ് ഉണ്ടല്ലോ, അയാള് ബ്രയാന്റെ അടുത്തേക്ക് വന്നിട്ട്, ബ്രയാൻ നീ എന്താ ഇവിടെ നിൽക്കുന്നേ? കാറുമെല്ലാം കേടായോ? ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല വേണ്ട, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബെല്ലി ഇവിടേക്ക് വരും. അവൻ വന്നിട്ട് കാറ് ശരിയാക്കിയിട്ട് ഞങ്ങൾ രണ്ടൊരു പൊയ്ക്കോളാന്ന് പറയുമ്പോൾ ആ ഒരു ഷെരീഫാണെങ്കിലും ശരിയെന്നും പറഞ്ഞിട്ട് അയാളുടെ വണ്ടി എടുത്ത് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ആ ഒരു ഷെരീഫ് അവിടെ നിന്ന് പോകുന്നതും ബ്രയാനി പെട്ടെന്ന് ഛർദ്ദിക്കാനായിട്ട് വരികയാണ്. വേറെ ഒന്നുമല്ല, ജെഫ്രി എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ ബ്രയാനി ഒരു ചോക്ലേറ്റ് കൊടുത്തിരുന്നല്ലോ, ആ ഒരു ചോക്ലേറ്റ് ഇവൻ കഴിച്ചതുകൊണ്ടാണ് ആ ഒരു ചോക്ലേറ്റിൽ അവരെന്തോ ചേർത്തിരുന്നു. അതുകൊണ്ടാണ് ഇവനിപ്പോൾ ഇതേപോലെ വരുന്നത്. അതേസമയം ഇവിടെ വീട്ടിൽ കാണിക്കുമ്പോൾ അവന് കൊടുത്തതുപോലെ തന്നെ ഈ ഒരു വീട്ടിലുള്ളവർക്കും ഇവർ ആ ഒരു ചോക്ലേറ്റ് കൊടുക്കാനായിട്ട് വരുമ്പോൾ ആ ഒരു അപ്പൂവൻ പറയും, സോറി ഞങ്ങളിവിടെ ഈ ചോക്ലേറ്റ് മധുരമുള്ള സാധനങ്ങളൊന്നും അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് വേണ്ടാന്ന് പറയുന്നതും. ഇത് കേട്ട് ജൂലിയാണെങ്കിൽ അങ്കിൽ അവർ നമ്മുടെ വിരുന്നുകാരല്ലേ, അവർ തരുമ്പോൾ എന്താ വേണ്ടാന്ന് പറയുന്നേ എന്നെല്ലാം പറഞ്ഞിട്ട് അവൾ പറയും ശരി ഇതിങ്ങ് താന്ന് പറഞ്ഞ് ആ ഒരു ചോക്ലേറ്റ് എല്ലാം അവളിങ്ങനെ വാങ്ങി വെക്കുകയാണ്. അതേസമയം ഹേമി പെട്ടെന്ന് എഴുന്നേറ്റിട്ട് അല്ല ഇവിടെ ബാത്റൂം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആ അപ്പൂപ്പൻ അന്നയോട് പറയും അന്ന അവൾക്ക് കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരെയും പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ഹേമി ആയാലും നേരെ ബാത്റൂമിനകത്തേക്ക് ചെന്നിട്ട് അവൾ അവിടെ വെച്ചിട്ട് എന്തോ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ അതേ സമയം തന്നെ അവളുടെ അമ്മ അവൾക്കൊരു കണ്ണ് കൊടുത്തിരുന്നല്ലോ ബെല്ലിയുടെ, ആ ഒരു കണ്ണ് അവളുടെ പോക്കറ്റിൽ നിന്ന് താഴേക്കൊന്ന് വീഴുന്നു. ആ ഒരു കാര്യം അവളാണെങ്കിൽ ശ്രദ്ധിക്കുന്നതുമില്ല. അതുപോലെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ഏമി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് അന്നയുടെ അടുത്തേക്ക് വന്നിട്ട് അവളോട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അവൾക്കും ഇത് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അതേസമയം ജൂലി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് ഇവരുടെ ഇടയ്ക്ക് കയറി വരുന്നതും അവർ പെട്ടെന്ന് അതങ്ങ് സ്റ്റോപ്പ് ചെയ്യാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ആ ഹാളിൽ വന്നിരിക്കുന്ന സമയത്താണ് അവിടെ ഒരു പിയാനോ ഉണ്ട്. അപ്പൊ ആ ഒരു അപ്പൂവൻ പറയും അല്ല അന്ന നല്ലതുപോലെ പിയാനോ വായിക്കും എന്ന് പറയുന്നതും അന്നയാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് നല്ലതുപോലെ ആ ഒരു പിയാനോ വായിക്കുന്നുണ്ട്. ഇത് കാണുന്ന എമിക്ക് അന്നയോട് കുറച്ചുകൂടി ഇഷ്ടം കൂടുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവർക്ക് കിടക്കാനായിട്ട് സമയമായി. അതുകൊണ്ട് തന്നെ നമ്മുടെ ജോണിന് അവന്റെ ഭാര്യയ്ക്കും ആ ഒരു അപ്പൂപ്പൻ അയാളൊരു റൂം ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. അതേപോലെ തന്നെ ജെഫ്രി എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ടല്ലോ, അവൻ കൊന്ന ബെല്ലി എന്ന് പറഞ്ഞ അവന്റെ റൂം. അതേപോലെ ജൂലി ആണെങ്കിൽ എമിക്കും അന്നയ്ക്കും കൂടി അവർ കിടക്കുന്ന ആ ഒരു റൂം ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ അന്ന ചോദിക്കും അല്ല ജൂലി നീ എപ്പോഴും എന്നോട് പോലെ കിടക്കുന്നേ, ഇപ്പോൾ എന്താ നീ മാറിപ്പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും അല്ല നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇരിക്കല്ലേ, ഞാനെന്തിനാ അതിനിടയ്ക്ക് എന്നുള്ള രീതിയിൽ അവളിങ്ങനെ സംസാരിക്കുമ്പോൾ എമി അന്നയോട് ചോദിക്കും അല്ല നിനക്ക് ബോയ് ഫ്രണ്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ജൂലി പെട്ടെന്ന് ഇടയിൽ കയറിയിട്ട് ഇല്ല അവൾക്ക് ആൺപിള്ളേരെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമല്ല, അവൾക്ക് കൂടുതലായിട്ടും ഈ പെണ്ണുങ്ങളെ കണ്ടാൽ മാത്രമേ ഇഷ്ടമാവത്തുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ എമിക്കും മനസ്സിലായി ഓക്കെ ഇത് നമുക്ക് പറ്റിയ ആളാണെന്ന്. അതേസമയം ഇവിടെ ജൂണിന്റെ ഭാര്യ ഇങ്ങനെ സംസാരിക്കണം. ആ ഒരു ഭാര്യ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചതുപോലെ ആ ഒരു പ്ലാൻ നടക്കൂ. ഇവിടെ വന്നപ്പോൾ ആ ഒരു വയസ്സായിട്ടുള്ള ഒരാളും ആ രണ്ട് പെൺകുട്ടികളെ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പോൾ മാക് എന്ന് പറഞ്ഞു വരുത്തുന്നുണ്ട്, അവനെ ഇല്ലാണ്ടാക്കിയാൽ മാത്രമേ നമുക്കിപ്പോൾ ഇവരെ കൊല്ലാൻ കഴിയത്തുള്ളൂ. അതിപ്പോൾ എങ്ങനെ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ജോൺ പറയും അതൊന്നും നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ മകൻ എന്തായാലും അവൻ ആ ഒരു ചോക്ലേറ്റ് കഴിക്കാൻ കൊടുത്തില്ലേ, അത് കഴിച്ചു കഴിഞ്ഞാൽ അവൻ എന്തായാലും വീക്കായി കഴിഞ്ഞാൽ നമുക്ക് അവനെ കൊല്ലാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ജോണിന്റെ ഭാര്യ ചോദിക്കും അല്ല ആ ഒരു ചോക്ലേറ്റ് കൊടുത്തു അത് ശരി തന്നെയാണ്, പക്ഷെ അവൻ കഴിച്ചു ഇല്ലെന്ന് എങ്ങനെ അറിയുന്നേ, അത് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് അവനെ കൊല്ലാൻ കഴിയത്തുള്ളൂ. ഈ ഒരു കുടുംബത്തെ കൊല്ലാനായിട്ട് അത്ര ഈസി ആയിട്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വാനിലിരുന്ന തോക്കോ എന്തെങ്കിലും എടുത്തോന്ന് ചോദിക്കുമ്പോൾ ജോൺ പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ട് അല്ല നീ എന്തിനാ വെറുതെ ഇങ്ങനെ ഇരുന്ന് ടെൻഷൻ അടിക്കുന്നത്, ഇവരൊക്കെ സാധാരണ ആൾക്കാരാണ്, നമുക്ക് ഈസി ആയിട്ട് ഇവരെല്ലാവരെയും കൊന്നിട്ട് ഇവിടെ നിന്ന് പോകാൻ കഴിയും. ശരി ഞാൻ എന്തായാലും നമ്മുടെ മോനെ ഒന്ന് പോയി നോക്കിയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് അതേസമയം നമ്മുടെ അന്നയാണെങ്കിൽ അവളുടെ ആ ഒരു അങ്കിളിനെ റൂമിലേക്ക് കൊണ്ടുവന്ന് കിടത്തിയിട്ട് അത് കഴിഞ്ഞ് നേരെ എമിയുടെ റൂമിലേക്ക് പോകുന്നു. അതേസമയം ജോൺ ആണെങ്കിൽ ജെഫ്രിയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കാണ് ജെഫ്രി ചോദിക്കുന്നത് അല്ല ആരെങ്കിലും പെട്ടോ, ആരെങ്കിലും കൊന്നെന്ന് ചോദിക്കുമ്പോൾ ഇല്ല മോനെ നമ്മുടെ പ്ലാൻ ഒന്നും നടന്നില്ല, എല്ലാവരും ഉറങ്ങാതിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും ആരെയും കൊല്ലാൻ കഴിയത്തില്ലല്ലോ, ശരി എല്ലാവരും ഉറങ്ങട്ടെ അത് കഴിഞ്ഞ് നമുക്ക് ഓരോരുത്തരായിട്ട് കൊല്ലാം. അപ്പോൾ ജെഫ്രി പറയും ശരി അങ്ങനെയാണെങ്കിൽ അന്ന എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനെ അവളെ ആദ്യം കൊല്ലട്ടെ എന്ന് ചോദിക്കുമ്പോൾ ജോൺ പറയും അവളോടൊപ്പം എന്തായാലും എമിയുണ്ട്, അവളുടെ കാര്യം എമി നോക്കിക്കോളൂ എന്ന് പറയുമ്പോഴത്തേക്കാണ് ജെഫ്രി പറയുന്നത് ഓ പിന്നെ അവളൊന്നും ചെയ്യാൻ പോകുന്നില്ല,
അവൾക്ക് വേറെ എന്തെങ്കിലും ചാൻസ് കിട്ടി അത് ചെയ്യാനായിട്ട് നിൽക്കാണ്. വേണമെന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും കിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നെല്ലാം പറയുമ്പോൾ ജോൺ പറയും, നിനക്ക് നിന്റെ സഹോദരിയിൽ വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിലും എനിക്ക് നല്ല വിശ്വാസമുണ്ട്, അവൾ എന്തായാലും ആ ഒരു കാര്യം ചെയ്തിരിക്കും എന്നെല്ലാം ജോൺ ഇങ്ങനെ പറയും. അതുകൊണ്ട് എനിക്ക് അവളിൽ നല്ല വിശ്വാസമുണ്ട്, അവൾ എന്തായാലും അന്നയെ കൊല്ലും, അതുകൊണ്ട് നീ വേറെ ആരെങ്കിലും നോക്കാൻ പറയുമ്പോൾ അവൻ പറയും, ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഒരു മാക്കിനെ കൊല്ലട്ടെ. ഹേയ് അതുമാത്രം വേണ്ട, മാക്കിനോടൊപ്പം പിടിച്ചു നിൽക്കാനായിട്ട് നിന്നെ കൊണ്ട് എന്തായാലും കഴിയത്തില്ല. അതുകൊണ്ട് ദേ ഈ ഒരു നിമിഷം മുതൽ തന്നെ അവനെ കൊല്ലണമെന്നുള്ള ആ ഒരു ചിന്ത അത് നീ മാറ്റിയേ പറ്റൂ. അവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, എന്നിരുന്നാലും അവനെ കൊല്ലണമെന്ന് വിചാരിച്ചിട്ട് നീ ആ ഒരു ചോക്ലേറ്റ് അവന് കൊടുത്തില്ലേ, അത് തന്നെ വലിയ കാര്യം. എൻ്റെ മോനെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്നെല്ലാം. എന്തോ വലിയ ഒളിമ്പിക്സിലെല്ലാം ജയിച്ച് ഗോൾഡ് മെഡൽ വാങ്ങിയ ആ ഒരു രീതിയിലാണ് സംസാരിക്കുന്നത് തന്നെ. പക്ഷേ ജോൺ ഇതെല്ലാം സംസാരിച്ച് പോയതിന് ശേഷം ജെഫ്രി ഗ്ലൗസ് എല്ലാം ഇട്ടിട്ട് എങ്ങോട്ടോ ഇങ്ങനെ നടന്നു പോവാണ്. അതേസമയം ഇവിടെ ബ്രയാൻ ഉണ്ടല്ലോ, ബെല്ലിയുടെ സുഹൃത്ത്, അവനാണെങ്കിൽ ബെല്ലി വരുമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് നേരം അവിടെ തന്നെ നിന്ന് അവസാനം അവൻ വരാത്തത് കൊണ്ട് അവന്റെ ഫോണിലേക്ക് ഒരു വോയിസ് നോട്ട് അയച്ചിട്ട് ബെല്ലിയുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അന്നയുടെ ആ ഒരു റൂമിൽ കാണിക്കുമ്പോൾ എമി ആരോടോ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അന്ന വന്നിട്ട് ചോദിക്കും, അല്ല നിങ്ങൾ ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഫോണില്ലാന്ന് പറഞ്ഞു, ഇതെങ്ങനെ നിന്റെ കയ്യിൽ ഫോണ്? എൻ്റെ കയ്യിൽ ഫോണുണ്ട്, പക്ഷേ ഇതിൽ ചാർജ് അങ്ങനെയില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അവൾ ഒരു വിധത്തിൽ പറഞ്ഞിങ്ങനെ ഒപ്പിക്കുകയാണ്. നമ്മുടെ അന്ന ഈ അമ്പ ഇതെല്ലാം ചെയ്യും, അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരുപാട് മെഡൽസും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനെപ്പറ്റിയെല്ലാം ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ അന്ന എമിയോട് ചോദിക്കും, അല്ല നീ ആരോടാ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ബോയ് ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലില്ല അത് നോർമലായിട്ടൊരു ഫ്രണ്ട് മാത്രമാണ് എന്ന് പറയുമ്പോൾ അന്ന പറയും, ശരി അങ്ങനെയാണെങ്കിൽ നീ ബെഡിൽ കിടന്നു, ഞാൻ വെളിയിൽ ഇതേ ഈ ഒരു സോഫയിൽ കിടക്കാന്ന് പറയുമ്പോൾ, എന്ത് സോഫയിൽ കിടക്കാന്നു, ഇത് നിന്റെ റൂമല്ലേ, നിന്റെ കട്ടിലേ, ഒരു കുഴപ്പമില്ല, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കിടക്കാം. ഇനി രാത്രി ഞാൻ ഉറക്കത്തിൽ ചവിട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്നാണോ? ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല, സേഫായിട്ട് എന്നോടൊപ്പം കിടക്കാമെന്ന് പറഞ്ഞ് എമിയാണെങ്കിൽ അന്നയെ ഫ്ലിർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ സംസാരിക്കുമ്പോൾ അത് അന്നയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അതേസമയം ഇവിടെ ജൂലിനെയും അതേപോലെ തന്നെ മാക്ക് എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ, അവരെ രണ്ടുപേരും കാണിക്കുമ്പോൾ രണ്ടുപേരും ഇപ്പോൾ നല്ലതുപോലെ ഛർദ്ദിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ജെഫ്രി എന്ന് പറഞ്ഞ അവൻ ഇവർക്ക് അവർ ചോക്ലേറ്റ് കൊടുത്തത് അവർ കഴിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ ജൂലിയാണെങ്കിൽ ബാത്റൂമിൽ ഇരിക്കുമ്പോഴത്തേക്ക് മാക്ക് പറയുന്നുണ്ട് കഥ കുറക്കാൻ പറയുമ്പോൾ അവൾ പറയും, എന്നെ കൊണ്ട് ഇപ്പോൾ കഴിയത്തില്ല, നീ വെളിയിൽ പോകാൻ പറയുമ്പോൾ മാക്ക് എന്താ ചെയ്യുന്ന വെച്ചാൽ നേരെ വെളിയിലേക്ക് വന്നിട്ട് അവിടെയുള്ള ആ ഒരു ഡസ്റ്റ്ബിന്നിലേക്ക് ഛർദ്ദിക്കുകയാണ്. അതേസമയം കാണിക്കുമ്പോൾ അവന്റെ പുറകിൽ തന്നെ ജെഫ്രി എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ ഒരു കത്തിയുമായിട്ട് അവന്റെ അച്ഛൻ പറഞ്ഞതുപോലും കേൾക്കാതെ ഇവനെ കൊല്ലാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാക്ക് ആണെങ്കിൽ പെട്ടെന്ന് തിരിഞ്ഞു നിന്നിട്ട്, ഹേയ് ആ ഒരു ചോക്ലേറ്റിൽ നീയൊക്കെ എന്താ മിക്സ് ചെയ്തേ എന്ന് ചോദിക്കുമ്പോൾ ജെഫ്രി പറയും, അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു കത്തിയെടുത്ത് നമ്മുടെ മാക്കിനെ നല്ലതുപോലെ ഇങ്ങനെ കുത്തുകയാണ്. പക്ഷെ നമ്മുടെ മാക്കിന് ജെഫ്രീനെ കഴിഞ്ഞ് നല്ല ശരീരമെല്ലാം ഉള്ളത് കൊണ്ട് ഒരൊറ്റ തള്ളിന് തന്നെ ജെഫ്രി ആ ഒരു ഡസ്റ്റ്ബിന്നിന്റെ മുകളിലൂടെ വന്നങ്ങ് വീഴാണ്. അതേസമയം ഇവിടെ അന്നയുടെ റൂമിൽ കാണിക്കുമ്പോൾ അന്നയും ഹെമിയും അവർ രണ്ടുപേരും ദേ നല്ല റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു. ആ ഒരു സമയത്ത് അന്ന ഈ ഒരു ശബ്ദം കേൾക്കും. അങ്ങനെ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അന്ന ഇങ്ങനെ എഴുന്നേൽക്കുന്ന സമയത്താണ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എല്ലാം പൊളിയും. അതുകൊണ്ട് എമി അവളുടെ കയ്യിലുള്ള ഒരു സിഗരറ്റ് എടുത്തിട്ട് അത് കത്തിച്ച് രണ്ടുപേരും ഇപ്പോൾ മാറി മാറി ഇങ്ങനെ വലിക്കാണ്. അതുകൊണ്ട് അന്നയുടെ ശ്രദ്ധ അങ്ങോട്ട് പോകുന്നില്ല. അതേസമയം ഇവിടെ ജെഫ്രി ആണെങ്കിലോ മാക്കിനെ നല്ലതുപോലെ ഉപദ്രവിക്കുന്നുണ്ട്. മാക്ക് ആണെങ്കിലും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു. ഒരു വിധത്തില് ജെഫ്രിയെ താഴേക്ക് തള്ളിയിട്ട് അടിക്കാനായിട്ട് വരുമ്പോൾ ആ ഒരു ചോക്ലേറ്റ് കഴിച്ചതുകൊണ്ട് വീണ്ടും ഛർദ്ദിക്കാൻ തുടങ്ങാണ്. അവന്റെ എനർജി എല്ലാം പോയി, ഇനി അവനെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. അങ്ങനെ നമ്മുടെ ജെഫ്രി എഴുന്നേറ്റ് വന്ന് ആ ഒരു കത്തിയെടുത്ത് മാക്കിന്റെ കഴുത്തിലേക്ക് വെച്ച് അവന്റെ കഴുത്തറുത്ത് അവനെ ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ജോൺ ഉണ്ടല്ലോ, അവനാണെങ്കിൽ ഒരു കോടാലി എടുത്തിട്ട് ആ ഒരു അപ്പൂപ്പന്റെ റൂമിലേക്ക് ചെന്ന് അപ്പൂപ്പനെ കൊല്ലാന്ന് പറഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ ജനാല വഴി ജെഫ്രി മാക്കിനെ കൊല്ലുന്ന ആ ഒരു കാര്യം കാണും. അതും കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ ഒരു അപ്പൂപ്പൻ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്ന സമയത്ത് അതിന് മുന്നേ തന്നെ ജോൺ എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു കോടാലി എടുത്ത് അപ്പൂപ്പന്റെ തലയിലേക്ക് ഒരു ഒറ്റ വിട്ട് അപ്പൂപ്പൻ അവിടെ വെച്ച് തന്നെ കൊല്ലുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജെഫ്രിയെ റൂമിലേക്ക് കൊണ്ടുവന്നിട്ടാണ്, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞു അവന്റെ അടുത്തേക്ക് പോരുതെന്ന്, ഞാൻ പറയുന്നതിന് ഒരു വില പോലെ നീ തരുന്നില്ല, ശരി ഇതിനെല്ലാം വീട്ടിൽ ചെന്നിട്ട് നിനക്ക് നല്ലതുപോലെ തരാം, ഇപ്പൊ നീ എന്തായാലും നിന്റെ റൂമിലേക്ക് പോകുന്നു പറഞ്ഞ് റൂമിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ആ മാക്കിന്റെ നാക്കുണ്ടല്ലോ അത് ജോൺ അറുത്തെടുത്തിരുന്നു. അതൊരു കവറിലാക്കി, എന്നാ മോനെ ഇത് വെച്ചോ, നിന്നെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്, അതെല്ലാം ഞാൻ വെറുതെ പറഞ്ഞതാണ്, നീ നല്ല കാര്യം തന്നെയാണ് ചെയ്തത്. മാക്ക് അവനായിരുന്നു നമുക്കുണ്ടായിരുന്ന ഏക തടസ്സം, അവൻ എന്തായാലും നീ കൊന്നില്ലേ, നല്ല കാര്യം എന്നെല്ലാം പറഞ്ഞ് മകനെ അഭിനന്ദിച്ച് വിടാണ്. അതേസമയം ഇവിടെ എമി അന്നയെ കാണിക്കുമ്പോൾ അവർ വീണ്ടും റൊമാൻറ്റിക് ആയിട്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് എമി ആ ഒരു ഗ്യാപ്പില് തന്റെ കത്തിയെടുത്ത് അന്നയെ കൊല്ലാന്ന് പറഞ്ഞിങ്ങനെ വരുന്ന സമയത്താണ് അന്ന പെട്ടെന്ന് ഇല്ലല്ല നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ എനിക്കിപ്പോൾ താല്പര്യമില്ലാന്ന് പറഞ്ഞിട്ട് അന്ന എമിയെ തള്ളി വിടുന്നതും എമി താഴെ വന്ന് വീഴുമ്പോൾ അവളുടെ കയ്യിലുള്ള ആ ഒരു കത്തി ഉണ്ടല്ലോ അത് അവളുടെ കാലിലേക്ക് തന്നെ കയറും, നല്ലതുപോലെ മുറിയുകയും ചെയ്യുന്നു. അപ്പൊ അന്ന ചോദിക്കും, അല്ല ഈ ഒരു കത്തി എങ്ങനെ നിന്റെ കയ്യിൽ വന്നേ എന്ന് ചോദിച്ച് അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത്, ഇല്ല ഇതൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചേക്കുന്നതാണ്. അതും കേട്ട് അന്ന അവളെ എടുക്കാനായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു കത്തി എടുത്ത് അവളുടെ മുതുകിലേക്ക് ഇറക്കി അവളെ കൊല്ലാനും പറഞ്ഞിങ്ങനെ നിൽക്കാണ്. പക്ഷെ അതിന് മുന്നേ തന്നെ അന്ന എന്താ ചെയ്യുന്ന വെച്ചാൽ എമിയുടെ നെറ്റിയിലേക്ക് സ്നേഹത്തോടെ ഒരു ഉമ്മ ഇങ്ങനെ കൊടുക്കുന്നതും അത് കാരണം ഇവളുടെ മൈൻഡ് പെട്ടെന്ന് മാറിപ്പോയി. എന്നിട്ട് ഫസ്റ്റ് എയ്ഡ് കിറ്റ് എടുക്കാൻ വേണ്ടി അന്നയാണെങ്കിൽ അടുത്ത റൂമിലേക്ക് ഇങ്ങനെ പോവുകയും ചെയ്യുന്നു. അങ്ങനെ അന്നയാണെങ്കിലും ഫസ്റ്റ് എയ്ഡ് കിറ്റ് എടുക്കാൻ വേണ്ടി അടുത്തുള്ള ഷെഡിലേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ
വെളിയിൽ എന്തോ ഡോർ തുറക്കുന്നതിന്റെ ശബ്ദം കേൾക്കുന്നു. അപ്പൊ അതെന്താണെന്ന് അറിയാൻ വേണ്ടി അവൾ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോഴത്തേക്കും കേടായെന്ന് പറഞ്ഞ ആ ഒരു RV വാൻ ഉണ്ടല്ലോ, അതിനകത്ത് നിന്ന് ജോൺ വെളിയിലേക്ക് വരുന്ന ആ ഒരു ശബ്ദമാണ് അവൾ കേൾക്കുന്നത്. അങ്ങനെ അവളാണെങ്കിൽ ആ ഒരു വാനിന്റെ അടുത്തേക്ക് വന്ന് ജോൺ കാണാതെ ആ ഒരു വാനിന്റെ അടുത്ത് ഒളിച്ചിങ്ങനെ നിൽക്കുമ്പോൾ കാണിക്കുമ്പോഴത്തേക്കും ജോണും ജോണിന്റെ ഭാര്യയാണ് ആ ഒരു വാനിൽ നിന്ന് ഇറങ്ങുന്നത്. കാരണം ഇവർ കൊടുത്ത ആ ഒരു ന്യൂഡിൽസും മറ്റു കാര്യങ്ങളെല്ലാം തിന്നിട്ട് അവർക്കൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വാനിലിരിക്കുന്ന മനുഷ്യ മാംസം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്നത്. അതെല്ലാം കഴിച്ച് ഇവർ നേരെ അകത്തേക്ക് കയറി പോകുമ്പോൾ നമ്മുടെ അന്ന ആ ഒരു വണ്ടിയുടെ അകത്തേക്ക് കയറും. അങ്ങനെ ഇവൾക്കാണെങ്കിൽ ഒരുപാട് നേരമായിട്ട് ഇവരെ നല്ല സംശയമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു വാൻ നല്ലതുപോലെ പരിശോധിക്കുന്ന സമയത്താണ് ആ ഒരു ഫ്രീസറിനകത്ത് അവളുടെ സഹോദരൻ ബെല്ലിയുടെ തല ഇങ്ങനെ കാണുന്നതും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇവരുടെ വീട്ടിൽ വന്നിരിക്കുന്നത് ഒരു സാധാരണ കുടുംബമല്ലാന്ന് അന്നയ്ക്ക് എന്തായാലും മനസ്സിലായി. അതേസമയം ഉള്ളില് നമ്മുടെ ജൂലിയെ കാണിക്കുമ്പോൾ അവൾ ഇപ്പോഴും ബാത്റൂമിൽ തന്നെയാണ്. അങ്ങനെ ബാത്റൂമിൽ ഇരിക്കുന്ന സമയത്താണ് നേരത്തെ ഇമ്മയുടെ പോകരുതെന്നും ആ ഒരു കണ്ണ് താഴേക്ക് വന്ന് വീണല്ലോ ആ ഒരു കവറ് ഇവൾക്ക് കിട്ടുന്നതും. ഇവളാണെങ്കിലും പതി എഴുന്നേറ്റ് മാഗ് ജീവനോടെ ഉണ്ടെന്നും പറഞ്ഞിട്ട് അവന്റെ പേര് ഇങ്ങനെ വിളിച്ചു നോക്കും. പക്ഷെ അവൻ കേൾക്കുന്നില്ല. അതേസമയം ഈ ഒരു കാര്യം അവളുടെ അങ്കിളിനോട് പറയാന്ന് പറഞ്ഞിട്ട് ആ ഒരു അപ്പൂപ്പന്റെ റൂമിലേക്ക് ഇങ്ങനെ നടന്നു വരുന്നതും അകത്ത് വന്ന് നോക്കുമ്പോൾ അപ്പൂപ്പന്റെ തല വെട്ടി പൊളിച്ച് അപ്പൂപ്പനെ കൊന്നു വെച്ചേക്കുന്നതാണ് അവൾ കാണുന്നത്. അങ്ങനെ അത് കണ്ട് ജൂലി നിലവിളിക്കുന്ന സമയത്ത് തന്നെ ജോൺ പുറകിലൂടെ വന്ന് അവളെ പിടിച്ചിട്ട് അവളെ വലിച്ചെടുത്ത് അവരുടെ റൂമിലേക്ക് കൊണ്ടുപോയിട്ടാണ് അവന്റെ ഭാര്യയോട് പറയുന്നത്, ശരി ഇനി നിന്റെ അവസരമാണ്. കൊല്ലാൻ പറയുമ്പോൾ ഇതെങ്ങനെയാ കൊല്ലുന്നേ, ദേ അവളാണെങ്കിൽ ചാടി ചാടി നിൽക്കുന്നു പറയുന്നതും അവളുടെ തല പിടിച്ച് ടേബിളിലേക്ക് ഒരു ഒറ്റയിടി ജൂലിയുടെ ബോധം പോയി. എന്നിട്ട് പറയും, ഇനി നിനക്ക് ഇവളെ എങ്ങനെ കൊല്ലണമെന്ന് തോന്നുന്നു അതുപോലെ എല്ലാം കൊന്നെന്ന് പറഞ്ഞിട്ട് രണ്ടുപേർക്ക് റൊമാൻസ് വന്ന് പെട്ടെന്ന് അവിടെ വെച്ച് തന്നെ കിസ് ചെയ്യാണ്. അങ്ങനെ ആ ഒരു ഭാര്യയാണെങ്കിലും ഓക്കെ ശരി ആദ്യം അവളെ കൊല്ലാന്ന് പറഞ്ഞിട്ട് ഒരു കത്തിയെടുത്ത് നമ്മുടെ ജൂലിയെ കൊല്ലാനായിട്ട് വരുന്നതും പെട്ടെന്ന് എവിടെ നിന്നോ ഒരു അമ്പ് ആ ഒരു ലേഡിയുടെ കഴുത്തിലേക്ക് തറച്ചു കയറി അവരപ്പം തന്നെ അവിടെ മരിച്ചു വീഴാണ്. അപ്പോഴേക്കാണ് ആ ഒരു ശബ്ദം കേട്ട് നമ്മുടെ ഏമി ആ ഒരു ജനാലയിലൂടെ വെളിയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ അന്നയുണ്ടല്ലോ അവളാണ് ഇപ്പോൾ ആ ഒരു അമ്പും വില്ലും വെച്ചുകൊണ്ട് ഇവരെ അറ്റാക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏമി ഓടി ഇവളുടെ ഫാമിലിക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടി ഹാളിലേക്ക് വന്ന് നോക്കുമ്പോൾ അവളുടെ അമ്മ അവിടെ മരിച്ചു കിടക്കുന്നു. അത് കാണുന്നതും ഏമിക്ക് അത്രയും ദേഷ്യം. അവളാണെങ്കിൽ വിഷമം കാരണം ഒരുപാട് കരയുന്നുണ്ട്. ഇവളുടെ കുടുംബത്തെ ഇനി നമ്മൾ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല. അതുമല്ല ഏമി ആണെങ്കിൽ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത് അവളുടെ അച്ഛനെ തന്നെയാണ്. അച്ഛൻ കാരണമാണ് നമ്മുടെ അമ്മ മരിച്ചത്. ഇവിടെയുള്ള ആളുകൾ വെറും സാധാരണ ആളുകളാണെന്ന് തെറ്റിദ്ധരിച്ച് ഇവിടേക്ക് നമ്മളെ കൊണ്ടുവന്നത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ് എന്നെല്ലാം പറയുമ്പോൾ ജെഫ്രി എന്താ പറയുന്നത് വെച്ചാൽ, ദേ ഇത് നോക്ക്, ഞാൻ ആദ്യമായിട്ട് കൊല്ലാനായിട്ട് ശ്രമിച്ചത് ഹന്ന എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിയാണ്. പക്ഷേ നീയാണെങ്കിലോ അവളെയും വിളിച്ച് അവളുടെ ആ ഒരു റൂമിലേക്ക് കൊണ്ടുപോയി നിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവളെ യൂസ് ചെയ്യാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചത്. അതാണ് നമ്മുടെ അമ്മ മരിക്കാനായിട്ട് കാരണം. അതുകൊണ്ട് നീയാണ് അമ്മ മരിക്കാനുള്ള കാരണമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും വഴക്കിടുമ്പോൾ നമ്മുടെ ജോൺ പറയും, രണ്ടുപേരും നിർത്ത്, ഇപ്പോൾ നമുക്ക് വഴക്കിടാനുള്ള സമയമല്ല. അന്ന എന്ന് പറഞ്ഞ ഒരു പെണ്ണ് നമ്മളെ കൊല്ലാനായിട്ട് വെളിയിൽ ചുറ്റി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ജൂലിയെ വെച്ചിട്ട് നമുക്ക് അന്നയെ ഇവിടേക്ക് കൊണ്ടുവന്ന് ആദ്യം അവളെ തീർക്കണം, എന്നിട്ട് ജൂലിയനെ തീർക്കാം എന്ന് പറഞ്ഞ് ജൂലിയെ ഇപ്പോൾ ഹാളിൽ ചെയറിൽ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് അവളെ നല്ലതുപോലെ ഉപദ്രവിക്കാണ്, വേദനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കരച്ചിൽ കേൾക്കുമ്പോൾ അന്ന അകത്തേക്ക് കയറി വരാൻ വേണ്ടി അന്നയാണെങ്കിലും വെളിയിൽ നിന്ന് ഈ ഒരു കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷേ അവളെ കൊണ്ട് ഒരുപാട് നേരം സഹിച്ച് നിൽക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവളുടെ റൂമിന്റെ ജനാല വഴി ഇവള് നേരെ അകത്തേക്ക് കയറി വരികയാണ്. റൂമിലേക്ക് വന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ എമിയുടെ ഫോണില്ലേ ആ ഒരു ഫോൺ എടുത്തിട്ട് പോലീസിനെ വിളിച്ച് ഇതേപോലെ പറയും, ഞങ്ങളെല്ലാവരും ഒരു സൈക്കോ കുടുംബത്തിന്റെ മുന്നിൽ പെട്ടുപോയി, എല്ലാവരും ഞങ്ങളെ കൊല്ലാൻ ശ്രമിക്കുകയാണ്, എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരണമെന്ന് പോലീസിനോട് ആ ഒരു ഫോണിലൂടെ ഇങ്ങനെ പറയുന്നതും പകുതിയിൽ വെച്ചിട്ട് ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ആയിപ്പോയി. അങ്ങനെ ഈ ഒരു ശബ്ദം നമ്മുടെ അന്ന ഇവിടെ നിന്ന് സംസാരിക്കുന്ന ആ ഒരു ശബ്ദം കേട്ട് ജെഫ്രി ഉണ്ടല്ലോ അവൻ പതിയെ ആ ഒരു ഡോറിനടുത്തേക്ക് വന്ന് ഡോർ തുറന്ന് കത്തി കൊണ്ട് അവളെ കുത്താനെന്ന് പറഞ്ഞിട്ട് ഡോർ ഇങ്ങനെ തുറക്കുന്ന സമയത്ത് അന്ന ആ ഒരു ഗ്യാപ്പിൽ ഇവനെ ഇടിച്ചങ്ങ് താഴേക്കിടും. അതേസമയം ആ നാട്ടിലെ ഷെരീഫ് ഉണ്ടല്ലോ അവനാണെങ്കിൽ നമ്മുടെ അന്ന പറഞ്ഞ കാര്യം പകുതി മാത്രമേ കേട്ടുള്ളൂ, പൂർണ്ണമായിട്ടും കേട്ടില്ല. അതുമല്ല മെലിയ എന്ന് പറഞ്ഞ ഒരുത്തനെയാണെങ്കിൽ കാണാനുമില്ല. ശരി അങ്ങനെയാണെങ്കിൽ അവളുടെ വീട്ടിൽ പോയിട്ട് ഒന്ന് നോക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ അന്നയൊക്കെയുള്ള ആ ഒരു വീട്ടിലേക്ക് തന്നെ വരികയാണ്. അതേസമയം ഹാളിലാണെങ്കിലോ നമ്മുടെ ജോൺ ജൂലിയെ പിടിച്ചു വെച്ചിട്ട് അവളെ നല്ലതുപോലെ ഉപദ്രവിച്ചിട്ട് അന്നയോട് പറയും, ശരി ഒരു 10 സെക്കൻഡ് നിനക്ക് ഞാൻ സമയം തരും, അതിനു മുന്നേ നീ ഇവിടേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ നിന്റെ സഹോദരിയുടെ ശരീരം പീസായിട്ട് വെട്ടി ഞാൻ ദൂരെ കയറിയെന്ന് പറയുമ്പോൾ നമ്മുടെ അന്നയാണെങ്കിൽ ജെഫ്രിയുടെ കഴുത്തിൽ കത്തിയും വെച്ച് വെളിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. എന്നിട്ട് പറയും, എന്റെ സഹോദരിയെ വീട്ടിലാന്നുണ്ടെങ്കിൽ നിന്റെ മകന്റെ കഴുത്ത് ഞാൻ അറുക്കുമെന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ കത്തിയെടുത്ത് ജൂലിയുടെ കഴുത്തിലേക്ക് വെച്ചിട്ട്, ശരി നീ അതുപോലെ ചെയ്തോ, എന്റെ മകനെ നീ കൊന്നു കഴിഞ്ഞാൽ എന്തായാലും നിന്നെ വെറുതെ വിടത്തില്ല, നിന്റെ സഹോദരിനെ കൊന്നിരിക്കും, അതുകൊണ്ട് നീ മനസ്സ് വെച്ചിട്ട് എന്റെ മകനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ജീവനോടെ ഇരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അന്നയ്ക്കിപ്പോൾ വേറെ വഴിയില്ലാതെ ജെഫ്രീനെ വെറുതെ വിടുകയാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അന്നയെ പിടിച്ച് ജൂലിയുടെ അടുത്തായിട്ട് തന്നെ ഒരു കസേരയിൽ കെട്ടിയിട്ടിട്ട് ഇപ്പൊ ജോൺ ആണെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പോവാണ്. വേറെ ഒന്നുമല്ല, ജൂലി എന്ന് പറഞ്ഞാൽ അവളുടെ ഫിയാൻസല്ലോ മരിച്ചുപോയ മാക്ക് എന്ന് പറഞ്ഞിട്ട് അവന്റെ നാക്ക് കട്ട് ചെയ്തെടുത്തല്ലോ അവന്റെ നാവെടുത്ത് നേരെ കിച്ചണിലേക്ക് കൊണ്ടുവന്ന് അത് ഉപ്പും മുളകും എല്ലാം ചേർത്തിട്ട് അതങ്ങനെ ഫ്രൈ ചെയ്ത് ജൂലിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടാണ് അവളോട് അത് കഴിക്കാൻ പറയുന്നത്. അതും സ്വന്തം കാമുകന്റെ നാവ് അരിഞ്ഞെടുത്ത്
അത് കഴിക്കാൻ പറയുമ്പോഴത്തേക്ക് അവൾക്ക് എങ്ങനെ ഉണ്ടാവും? അപ്പോൾ അവൾ പറയും പ്ലീസ് എന്നെ കൊണ്ട് അത് ചെയ്യാൻ കഴിയത്തില്ല, എന്നെ കൊണ്ട് കഴിക്കാൻ കഴിയത്തില്ല എന്നെല്ലാം പറയുമ്പോൾ അന്ന പറയും അവളൊരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ നീ അവളെ എങ്ങനെ ഇട്ട് ഉപദ്രവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ജോൺ പെട്ടെന്ന് അന്നയുടെ മുന്നിലേക്ക് വന്നിട്ട് അതെ അവൾ പറഞ്ഞത് ശരിയാണല്ലോ, അവളൊരു തെറ്റും ചെയ്തിട്ടില്ല, നീയാണ് തെറ്റ് ചെയ്തത്, നീയാണ് എൻ്റെ ഭാര്യയെ കൊന്നത്, അതുകൊണ്ട് ഇത് കഴിക്കേണ്ടത് നീയാണെന്ന് പറഞ്ഞ് അവളുടെ നേരെ ഇങ്ങനെ വെക്കുകയാണ്. പക്ഷെ അന്നയാണെങ്കിലോ ഒരു വിധത്തിൽ അത് കഴിക്കത്തില്ല. ഓ അങ്ങനെയാണല്ലേ, നീ കഴിക്കത്തില്ല, അങ്ങനെയാണെങ്കിൽ നിന്റെ സഹോദരിയുടെ ഒരു വിരല് ഞാൻ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ അന്ന പറയും ഓ നീ എന്ത് ചെയ്തോ ഒരു കുഴപ്പമില്ല, എന്നിരുന്നാലും ഞാൻ ഇത് കഴിക്കത്തില്ല എന്ന് വാശി പിടിച്ച് ഇങ്ങനെ പറയുമ്പോൾ ജോൺ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവൻ പറഞ്ഞതുപോലെ തന്നെ ജൂലിയുടെ ഒരു വിരല് കട്ട് ചെയ്തങ്ങ് എടുക്കുകയാണ്. വേദന കാരണം അവൾ കരയുന്നുണ്ട്. എന്നിട്ട് അന്നയോട് കഴിക്കാൻ പറയുമ്പോൾ അവൾ അപ്പോഴും ചെയ്യത്തില്ല. നീ എന്ത് ചെയ്താലും കാര്യമില്ല, എന്തായാലും ഞാൻ കഴിക്കത്തില്ല എന്ന് പറയുമ്പോൾ അവൻ പറയും ശരി അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കഴിച്ചാലും ഇല്ലാന്നുണ്ടെങ്കിലും ഞങ്ങൾ രണ്ടുപേരെ നീ കൊല്ലുമെന്ന് എനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം, അതുകൊണ്ട് ഇത്രയും വെയിറ്റ് ചെയ്യിക്കുന്നതിനാ രണ്ടുപേരെ അങ്ങ് കൊന്നുകൂടെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഹേയ് അതെങ്ങനെ ശരിയാവും, നിങ്ങളെ കഷ്ടപ്പെട്ട് ഈ ഒരു അവസ്ഥയിൽ പിടിച്ചിട്ട് നിങ്ങളെ ടോർച്ചർ ചെയ്ത് പതിയെ കൊല്ലത്തുള്ളൂ, ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി നിലവിളിച്ച് കരയത്തില്ലേ, അത് കേൾക്കണം എനിക്ക്, എന്നാലേ നിങ്ങളെ പിടിച്ച് കൊല്ലുന്നതിൽ എനിക്കൊരു സന്തോഷം ഉണ്ടാവത്തുള്ളൂ എന്നെല്ലാം അവനിങ്ങനെ പറയാണ്. അപ്പോൾ ജോൺ അന്നയുടെ അടുത്തേക്ക് വന്നിട്ട് ശരി നീയാണെങ്കിൽ പിയാനോ വായിക്കില്ലേ, അതിൽ നിനക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വിരൽ ഏതാണ്, അത് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോകുമെന്ന് പറയുമ്പോൾ നീ എല്ലാ വിരലും കട്ട് ചെയ്തെടുത്താലും എനിക്കൊരു കുഴപ്പമില്ല, പക്ഷേ അത് പ്രശ്നമാവാൻ പോകുന്നത് നിന്റെ മകൾക്കാണ്, കാരണം ഞാനും എമിയും രാത്രിയിൽ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരുന്നു എന്നുള്ള കാര്യം ജോണിനോട് ഇങ്ങനെ പറയുന്നതും അത് കേൾക്കുമ്പോൾ നമ്മുടെ എമി പെട്ടെന്ന് എന്തിനാ ചെവിളയിൽ ഇങ്ങനെ സംസാരിക്കാണ്ട് അനുവദിക്കുന്നേ, അങ്ങ് കൊന്നൂടെ എന്ന് ചോദിച്ചിട്ട് എമിയെ പറ്റി സംസാരിക്കുമ്പോൾ എന്തായാലും എമി ട്രിഗർ ആവുന്നുണ്ടെന്നുള്ള കാര്യം അന്നയ്ക്കിപ്പോൾ മനസ്സിലായി. എന്നിട്ട് അന്ന ചോദിക്കും അല്ല എമി നീ എന്തിനാ ഇപ്പോൾ പേടിക്കുന്നേ, നീ ഒരു ലെസ്ബിയൻ ആണെന്നുള്ള കാര്യം നിന്റെ അച്ഛനോട് പറയാമെന്ന് പേടിച്ചിട്ടാണോ എന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ജോൺ പെട്ടെന്ന് ഹേയ് എമി നീ എന്താ ഒരു ലെസ്ബിയൻ ആണോ, നമ്മുടെ കുടുംബത്തിന്റെ മാന നീ ഇല്ലാതാക്കും എന്നെല്ലാം പറയുമ്പോൾ ഇല്ല അവള് കള്ളം പറയാണ്, അവളെ വിശ്വസിക്കരുത്, അവളെ കൊല്ലാൻ പറയുമ്പോൾ നമ്മുടെ അന്നയാണെങ്കിലും ഒരു സീനിൽ ഇവള് ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം കണ്ടിരുന്നല്ലോ, ആ ഒരു കാര്യമെല്ലാം എടുത്ത് ഇപ്പോൾ ജോണിനോട് ഇങ്ങനെ പറയാൻ തുടങ്ങും. അപ്പോൾ ജോൺ പറയും അത് ശരിയാണല്ലോ, നിന്നോട് എപ്പോൾ ചോദിച്ചാലും നീ നിന്റെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ നിന്റെ ബോയ് ഫ്രണ്ട് ആരാണെന്ന് ഇതുവരെ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല, അവന്റെ ഫോട്ടോ പോലും ഞങ്ങൾ കാണിച്ചു തന്നിട്ടില്ല എന്നെല്ലാം പറയുമ്പോൾ ഏമി ഇപ്പോൾ സത്യമെല്ലാം പറയാണ് അതെ ഞാൻ ലെസ്ബിയൻ തന്നെയാണ്, അതിനിപ്പോൾ എന്താ, അമ്മയ്ക്കൊരു കുഴപ്പമില്ല, അമ്മ ഇതിനെല്ലാം ഫുൾ സപ്പോർട്ടാണ്, പിന്നെ ഇവള് പറയുന്നത് കേട്ട് അച്ഛനെന്തിനാ എന്നെ ഇപ്പോൾ സംശയിക്കുന്നേ എന്നെല്ലാം പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന അതേ സമയം നമ്മുടെ അന്ന അവളുടെ കയ്യിൻ്റെ ആ ഒരു കെട്ടഴിച്ചിട്ട് ആ ഒരു ഫോർക്കുണ്ടല്ലോ അതങ്ങനെ എടുത്ത് ജോണിന്റെ കണ്ണിലേക്ക് ഒരു ഒറ്റ കുത്ത്. ഇത് കാണുന്നത് നമ്മുടെ എമി അന്നയെ താഴേക്ക് ചവിട്ടിയിട്ടിട്ട് അവളുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കാണ്. അതേസമയം ഈ ഒരു ജോൺ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് അവന്റെ കണ്ണിലാണല്ലോ ആ ഒരു ഫോർക്ക് വെച്ച് കുത്തിയത്, അവൻ ഇപ്പോൾ ആ ഒരു കണ്ണ് സ്വന്തം കണ്ണിനെ വലിച്ചെടുത്ത് അതെടുത്തങ്ങ് കഴിക്കുകയാണ്. എൻ്റെ അമ്മോ മറ്റൊരാളെ കൊന്നിട്ട് അയാളുടെ ശരീരം കഴിക്കുന്നു പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, സ്വന്തം ശരീരത്തിലുള്ള ഭാഗങ്ങളെല്ലാം എടുത്ത് കഴിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഇതും കൂടി പറയും വളരെ ടേസ്റ്റ് ആയിട്ടുണ്ടെന്ന്. എൻ്റെ അമ്മോ നല്ല ടേസ്റ്റ് ഉണ്ട്, അങ്ങനെ നിൽക്കുന്ന സമയത്താണ് വെളിയിൽ നിന്നും ബ്രയാൻ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ അവൻ പെട്ടെന്ന് ആ ബെല്ലിയുടെ സുഹൃത്ത് അവനൊരു ഷോട്ട് ഗണ്ണും വെച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്നിട്ട് നമ്മുടെ ജോണിനെ ഷൂട്ട് ചെയ്ത് കൊടുക്കും. ജോണിന്റെ ഷോൾഡറിലാണ് ബുള്ളറ്റ് കൊള്ളുന്നത്. അങ്ങനെ ജോൺ നേരെ താഴെ വന്ന് വീഴുന്നതും ഈ ഒരു ശബ്ദം കേട്ട് നമ്മുടെ ജെഫ്രി അകത്തേക്ക് വരുന്ന അതേ സമയം അന്നയാണെങ്കിൽ ജൂലിയെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട് ആലോചിക്കരുത് അവനെ ഷൂട്ട് ചെയ്യാൻ പറയുമ്പോൾ അതിനു മുന്നേ നമ്മുടെ ജോൺ വന്നിട്ട് ബ്രയാന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി. അങ്ങനെ ഇവര് രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്ന അതേ സമയം ജെഫ്രി ഉണ്ടല്ലോ അവൻ പെട്ടെന്ന് അന്നയുടെ മുന്നിലേക്ക് ആ ഒരു കത്തി കാണിച്ച് അവളെയും കൂട്ടി കിച്ചണിലേക്ക് പോവാണ്. കിച്ചണിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ചൂടായിരിക്കുന്ന ആ ഒരു അടുപ്പിലേക്ക് അവന്റെ കൈ കൊണ്ടങ്ങ് വെച്ചു കൊടുക്കും. അതുമല്ല അടുപ്പിലാണെങ്കിൽ തിളച്ച വെള്ളം ഉണ്ടായിരുന്നു, അതും എടുത്ത് ജെഫ്രിയുടെ മുഖത്തേക്ക് ഒരു ഒറ്റയേറ്. എന്നിട്ട് അവിടെ ഉള്ള തടിയെടുത്ത് അവന്റെ കഴുത്തിലേക്ക് വെച്ച് അവനെ കൊല്ലടിക്കാൻ ശ്രമിക്കുന്നു. അതേസമയം ഇവിടെ നമ്മുടെ ബ്രയാനും ജോണും രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് ബ്രയാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ജോണിന്റെ ആ ഒരു ഓട്ടയിരിക്കുന്ന കണ്ണുണ്ടല്ലോ അതിലേക്ക് കൈയിട്ട് അവന്റെ കണ്ണിലിട്ട് ഇങ്ങനെ തിരിക്കുന്നതും വേദന കാരണം ജോൺ എന്താ ചെയ്യുന്നത് വെച്ചാൽ അടുത്തുള്ളൊരു കത്തിയെടുത്ത് ബ്രയാന്റെ തലയിലേക്ക് ഒരു ഒറ്റ കുത്ത്. ആ ഒരു കിച്ചണിലാണെങ്കിലോ അന്നയാണെങ്കിൽ ജെഫ്രിയുടെ കഴുത്തൊടിച്ച് അവനെയും കൊല്ലുന്നു. അതേസമയം ബ്രയാനെ കൊന്നിട്ട് ജോൺ അവിടെ സമാധാനമായിട്ട് ഇങ്ങനെ കിടക്കാണ്. ഓ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അതേസമയം ജൂലിയാണെങ്കിൽ ആ ഒരു കോടാലി എടുത്തുകൊണ്ട് വന്നിട്ട് അവളുടെ അങ്കിളിനെ എങ്ങനെയാണോ കൊന്നത് അതേപോലെ ആ ഒരു കോടാലി എടുത്ത് അവന്റെ തലയിലേക്ക് ഒരു ഒറ്റ വിട്ട് ജോണിന്റെ കാര്യം അവിടെ വെച്ച് അവസാനിച്ചു. ഇനി ബാക്കിയുള്ളത് എമി എന്ന് പറഞ്ഞ അവള് മാത്രമേ ഉള്ളൂ. അവൾ എവിടെയെന്ന് അറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ജൂലിയും അന്നയും അങ്ങനെ ആശ്വസിച്ച് നടന്നു വരുന്ന സമയത്താണ് ജൂലിയുടെ പുറകിലൂടെ എമി ഒരു കത്തി കൊണ്ടുവന്ന് മുതുകിലേക്ക് ഒരു ഒറ്റ കുത്ത്. ജൂലിയുടെ കഥ അവിടെ വെച്ച് തീർന്നു. ഇത് കാണുന്നത് നമ്മുടെ അന്ന നേരെ എമിയെ പിടിച്ച് അവളുടെ തല പിടിച്ചിട്ട് ആ ഒരു പിയാനോ ഉണ്ടല്ലോ അതിൽ 2-3 തവണ അങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് അവളെ താഴേക്കിട്ട് നല്ലതുപോലെ അവളെ അടിക്കുന്നതും എമിക്കിപ്പോൾ അനങ്ങാൻ പോലും കഴിയുന്നില്ല. അവൾ ഇഴഞ്ഞിഴഞ്ഞിങ്ങനെ പോവാണ്. അങ്ങനെ അന്ന എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു കോടാലി എടുത്തിട്ട് എമിയുടെ പുറകെ എങ്ങനെ വരും, അവൾ അവിടെ വെച്ച് വെട്ടിക്കൊല്ലത്തില്ല. പൊടി നിന്നെ ഞാൻ കൊല്ലും, നിന്നെ വേദനിപ്പിച്ചേ കൊല്ലോളെന്ന് പറഞ്ഞിട്ട് പുറകെ ഇങ്ങനെ പോകുന്നു. എമിയാണെങ്കിൽ ഇഴഞ്ഞിഴഞ്ഞ് ഇപ്പോൾ വീടിന് വെളിയിലേക്ക് വരുന്ന സമയത്ത്
അന്ന വീടിന്റെ വെളിയിലേക്ക് വന്നിട്ട് ആ ഒരു കോടാലി എടുത്ത് അവളെ വെട്ടാനായിട്ട് ഇങ്ങനെ കൈ ഓങ്ങുന്നതും അതിനു മുന്നേ തന്നെ അന്നയുടെ തലയിലേക്ക് ഒരു ബുള്ളറ്റ് ഇറങ്ങുന്നു. കാണിക്കുമ്പോൾ അതാരാണെന്ന് വെച്ചാല് ആ ഒരു ഷെരീഫ് ഉണ്ടല്ലോ, അയാളായിരുന്നു. സത്യത്തിൽ അയാൾക്ക് ആള് മാറിപ്പോയതാണ്. അതുപോലെ അന്നയാണെങ്കിൽ നേരത്തെ പോലീസിനെ വിളിച്ചത് എമിയുടെ ഫോണിൽ നിന്നാണ്. അങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഈ ഒരു പോലീസുകാരെ ഇവിടെ വന്ന് നോക്കുമ്പോൾ അയാൾ എന്താണ് വിചാരിക്കുന്നത്, നമ്മുടെ സൈക്കോ ഫാമിലി ഉണ്ടല്ലോ അവരെയാണ് ഈ ഒരു വീട്ടിലുള്ള എല്ലാവരും കൂടി ചേർന്നിട്ട് കൊല്ലാനായിട്ട് ശ്രമിക്കുന്നതെന്നാണ്. അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മുടെ അന്നയെ ആ ഒരു പോലീസുകാരൻ ഇപ്പോൾ ഷൂട്ട് ചെയ്ത് കൊന്നത്. അത് കഴിഞ്ഞിട്ട് സൈക്കോ ആയിട്ടുള്ള എമിയെ അയാൾ രക്ഷപ്പെടുത്തി കാറിലേക്ക് കൊണ്ടിരുത്തിയിട്ട് മറ്റുള്ള പോലീസുകാരെല്ലാം കാര്യം വിളിച്ചിങ്ങനെ പറയാണ്. പക്ഷെ അതിന് മുന്നേ തന്നെ നമ്മുടെ എമി പെട്ടെന്ന് ചാടി ഇറങ്ങി ആ ഒരു പോലീസുകാരനെ അവിടെ വെച്ച് കൊന്ന് അയാളുടെ കാറും എടുത്ത് അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് അവസാനത്ത് ഈ ഒരു സീനിൽ സംഭവിച്ചത്. സത്യം പറയാലോ, ഇതുപോലെ ഒരിക്കലും സംഭവിക്കുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സാധാരണ മൂവീസുകളെല്ലാം നമ്മൾ കണ്ടുവരുമ്പോഴത്തേക്കും എങ്ങനെയോ വില്ലന്മാരെ നമ്മുടെ ഹീറോസും ടീമും കൂടി ചേർന്നിട്ട് കൊല്ലുമെന്നാണ് നമ്മൾ ഇതുവരെയും കണ്ടുവച്ചിരുന്നത്. പക്ഷെ ഇവിടെ നേരെ തിരിച്ച് ഈ ഒരു അവസ്ഥയിലാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.